പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഓണമല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരാനായി, എല്ലാവരും ഓണത്തിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. അപ്പം ഞാനും ഇന്നൊരു ഓണം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മേക്ക് ഓവർ ഒരു ഓണം ലുക്കായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് മേക്ക് ഓവർ ചെയ്യുമെന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പം നമ്മൾ ഇന്ന് മേക്ക് ഓവർ ചെയ്യുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കൂടെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്കിന്നൊന്ന് പ്രിപ്പ് ചെയ്യാം. അപ്പോൾ ടോണർ യൂസ് ചെയ്യേണ്ടവർക്ക് ടോണർ ഫസ്റ്റ് യൂസ് ചെയ്യുക. ദെൻ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിൻമേഡ് ക്ലിയർ മോയ്സ്ചറൈസിങ് ജെല്ലാണ് കേട്ടോ. ഞാൻ ജെല്ല് യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. സോ ഞാൻ ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ ക്രീം ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് സൺസ്ക്രീം അപ്ലൈ ചെയ്യാൻ. കാരണം നമ്മൾ ഷൂട്ടിന് വെയിലത്തേക്കാണ് പോകുന്നത്. അപ്പം എന്തായാലും സൺസ്ക്രീം മസ്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീം ഈ ഡെർമാക്കോൻ്റെ കേട്ടോ. ഇത് ഞാനിപ്പോൾ 2-3 ട്യൂബും കണ്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്കങ്ങനെ എല്ലാ സൺസ്ക്രീമും പറ്റാറില്ല, പക്ഷേ ഇതെനിക്ക് കുറച്ച് നല്ല സ്യൂട്ടാവുന്ന പോലെ ഐ ഫീൽ. സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാൻ ഒട്ടും ദാരിദ്ര്യം കാണിക്കരുത്. നന്നായിട്ട് അപ്ലൈ ചെയ്യണം. എനിക്ക് ഫോർഹെഡ് ഏരിയയിലൊക്കെയാണ് പെട്ടെന്ന് ടാൻ ആവുന്നത് എനിക്ക് കേട്ടോ. കാരണം എനിക്ക് പിന്നെ പെട്ടെന്ന് ടാൻ ആവും. എത്ര സൺസ്ക്രീൻ ഇട്ടാലും ടാനിങ് പെട്ടെന്ന് വരും എൻ്റെ സ്കിന്നിൽ. പക്ഷെ എന്നാലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. സോ നമ്മൾ സൺസ്ക്രീം ഇട്ടു. ഇതല്ല ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീം ആട്ടോ. അത്യാവശ്യം നല്ല ക്രീം ബേസ്ഡ് ആണ്, പക്ഷെ നല്ല ഭയങ്കര രസം അപ്ലൈ ചെയ്യാൻ. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എനിക്ക് ഈ ഒരു ഏരിയയിലും പിന്നെ കണ്ണിൻ്റെ അവിടെ ചെറുതായിട്ട് ഡാർക്ക്നെസ് ഉണ്ട്. പിന്നെ ചെറിയ ഈ ഏരിയയിലൊക്കെ ചെറിയ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഓറഞ്ച് കൺസീലർ കളർ കറക്റ്റർ വെച്ചിട്ട് കൺസീൽ ചെയ്യാം. പ്രൈമർ യൂസ് ചെയ്യേണ്ടവർക്ക് പ്രൈമർ യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് പ്രൈമർ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പ്രൈമർ കുറച്ച് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. ഡയറക്റ്റ് ഞാൻ സ്കിന്നിലേക്ക് പ്രൈമർ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ബ്രൈറ്റ്സിനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൈമർ മസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എനിക്കുള്ള സെൽഫായിട്ടുള്ള ഷൂട്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. ഞാൻ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഫിംഗർ ടിപ്പ് വെച്ചിട്ടാണ് ഈ ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ബ്രഷിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് കൈ യൂസ് ചെയ്യുമ്പോഴാണ്. കൈൻ്റെ അത്രയും പെർഫെക്ഷൻ ഏത് ബ്രഷിനും കിട്ടില്ല. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഏരിയയിലും കണ്ണിൻ്റെ അടിയിലും മേളിലും ഈ ഫോർഹെഡ് ഏരിയയിലും ലൈറ്റായിട്ട് ഓറഞ്ച് കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് LA ഗേളിൻ്റെ പ്രോ കൺസീലറാണ് കേട്ടോ. LA ഗേൾ. നെക്സ്റ്റ് ഞാൻ ഐബ്രോ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഓർത്തത് ഫൗണ്ടേഷൻ ഫുൾ ഇട്ടിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനാണ്. പക്ഷെ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പൊടിയൊക്കെ താഴെ വീണ പിന്നെ അത് ടാസ്ക് ആവും. ഒന്നാമത് നമുക്ക് ടൈമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഇനി ഐബ്രോ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് PACൻ്റെ ഐബ്രോ പാലറ്റാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ യൂറോപ്പ് പാരീസിൻ്റെ കണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചു. കുറേ നാളായിട്ട് അത് തന്നെയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ PACൻ്റെ ഐബ്രോ പാലറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഐബ്രോ പാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൗൺ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ്. ഇത് ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്ത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. സോ ബ്രൗൺ അതാണ് നല്ലത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. എനിക്ക് ഒത്തിരി ഫില്ല് ചെയ്ത് കൊടുക്കാനില്ല. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നത് എനിക്കിഷ്ടമല്ല. ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും. സോ ഞാൻ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ബ്രഷിലുള്ള ബാക്കി പ്രൊഡക്റ്റ് വെച്ചിട്ട് ഈ സ്റ്റാർട്ടിങ് ഏരിയയിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിലവർക്ക് ഐബ്രോ നല്ല ഇങ്ങനെ തിക്കിലിങ്ങനെ എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കണ്ടോ, ജസ്റ്റ് എനിക്ക് ഇത്ര ഫില്ല് ചെയ്ത് ഞാൻ ആ ഒരു ഗ്യാപ്പ് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഐബ്രോസിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. ഫാൻ കൂടി ഇടാനിട്ട് പുകയുന്നു. സോ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മേക്കപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല ഒരുങ്ങി സെറ്റപ്പായിട്ട് പോവാമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം തീർക്കാൻ ഞാനിങ്ങനെ ഓരോ ഷൂട്ടൊക്കെ നടത്തുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നമ്മുടെ മെബിലൈൻ്റെ കണ്ടോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഇത് കൃത്യമായി കുറേ നാളായി ഞാൻ മേടിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇത് യൂസ് ചെയ്യാമെന്ന്. ഇത് മെബിലൈൻ്റെ സൂപ്പർ സ്റ്റേ കണ്ടോ. സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ്. 30 മണിക്കൂറൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഇന്ന് നമുക്കെന്തായാലും അറിയാം. കാരണം വീട്ടിലേക്കൊക്കെയാണ് ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ ഓക്സിഡൈസ് ആയി പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്കിന്നറിയാം. അപ്പോൾ ഇത് എസ് പി എഫും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ആണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 330. ഇതാണ് എൻ്റെ ഷെയ്ഡ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ ഒരു പാലറ്റിലേക്ക് ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ ഇനി നമുക്ക് ഇതിനകത്തൊരു സാധനം മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്യുന്നത് PACൻ്റെ PACൻ്റെ ഗ്രിപ്പ് പ്രൈമർ. അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരെ പ്രൈമർ യൂസ് ചെയ്താൽ മതി. കാരണം ബ്രൈഡൽ ഒന്നുമല്ല ചെയ്യുന്നത്. കാരണം എൻ്റെ കയ്യിൽ നോർമൽ പ്രൈമർ ഇല്ല. സോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പ്രൈമർ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പ്രൈമർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഡ്രോപ്പ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇത് വെച്ച് നമ്മുടെ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിങ്ങനെ ഇത് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷെയ്ഡ് ബ്രൈറ്റനായിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ടാണെങ്കിലും ഐബ്രോ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വേറെ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഫൗണ്ടേഷൻ വെച്ച് തന്നെയാണ് അതിൻ്റെ മേളിൽ ഓറഞ്ച് കറക്റ്ററിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ബ്യൂട്ടി ബ്ലെൻഡർ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് കറക്റ്ററിൻ്റെ ആ ഒരു ഓറഞ്ച് കളറൊക്കെ അങ്ങോട്ട് പോയി നന്നായിട്ട് കൺസീലായിട്ടുണ്ട്. പിന്നെ ഈ ഫൗണ്ടേഷൻ അത്യാവശ്യം ഹൈ കവറേജ് ഫൗണ്ടേഷനും കൂടെയാണ് കേട്ടോ. മാറ്റ് ഫിനിഷാണ്. ഭയങ്കര ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ കുഴപ്പമുണ്ടാവില്ല. ഓയിലി സ്കിന്നുകാർക്ക് നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാലറ്റ് ഇതാണ്, റെവല്യൂഷൻ്റെ പാലറ്റാണ് കേട്ടോ. പണ്ട് കുറേ നാളായി മേടിച്ചിട്ട് ഇതിൻ്റെ പരിപ്പിളകി അടപ്പൊക്കെ തെറിച്ചുപോയി. അപ്പോൾ ഇതുണ്ട്
ഇതാണ് ഇതിൻ്റെ അവസ്ഥ. എപ്പോൾ വേണമെങ്കിലും പൊട്ടിയിടും. അപ്പോൾ ഞാൻ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാറില്ല. അപ്പോൾ പക്ഷേ നല്ല ഷെയ്ഡുകളുണ്ട് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ മെയിൻ ഷെയ്ഡ്, യൂസ് ചെയ്ത് തീർത്ത ഷെയ്ഡ്. അപ്പോൾ ആ ഷെയ്ഡ് തന്നെയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു മെറൂൺ ഡ്രസ്സാണല്ലോ. സോ അങ്ങനത്തെ ഒരു ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം ഐ മേക്കപ്പിൽ. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് PACൻ്റെ ഐ മേക്കപ്പിൻ്റെ ഒരു ഫുൾ കിറ്റ് കിട്ടും. അതിൻ്റെ അകത്തുള്ളൊരു ബ്രഷാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ കൊട്ടി എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കളയുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആദ്യം തന്നെ നമ്മളിങ്ങനെ കോർണറിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടായിട്ട് പൗഡർ ഇത് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പോഴത്തേന് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് നമ്മുടെ മെബിലൈൻ്റെ ഫിറ്റ് മീ 330 ആ സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നമുക്കത് വെച്ചിട്ടൊന്ന് പൗഡർ വെച്ചിട്ട് ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നും ഓർക്കാതെ ഐ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല. ഇനി നമുക്ക് ശരിക്കും ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോർണറിൽ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇത് ഫൗണ്ടേഷൻ ആണെങ്കിലും ഐ ഷാഡോ ആണെങ്കിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ. കണ്ടു, ഒത്തിരി ഭയങ്കര ഡാർക്ക് ആക്കുന്നില്ല. ഈ ഒരു ഷെയ്ഡ് എടുക്കും. എനിക്ക് ഐ മേക്കപ്പിൽ ഒത്തിരി ഭയങ്കര കളർ ഇഷ്ടമല്ല. സോ ഇതാ ഈ ഒരു ഷെയ്ഡായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. സെയിം തന്നെ നമുക്ക് ഇപ്പുറത്തെ കണ്ണിലും ചെയ്യും. സമയം 11 മണിയായി. 1:30 ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം നമുക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരു 2.5 മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലത്ത് എത്തുള്ളൂ. ലേറ്റായ ലൈറ്റൊക്കെ പോവും. പിന്നെ ഞാൻ ഈ ഒരുങ്ങിയതൊക്കെ വെറുതെ ആവില്ല. നിങ്ങൾക്ക് വീഡിയോ കിട്ടും, പക്ഷെ എനിക്ക് ഫോട്ടോസ് കിട്ടില്ല. സോ നമുക്ക് വേഗം റെഡിയാവാം. ഞാൻ ലെൻസ് വെച്ച് കേട്ടോ, കാരണം എനിക്ക് ലെൻസും കൂടെ വെച്ചാൽ കണ്ണ് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടും. സോ ഞാൻ ലെൻസ് വെച്ചു. ഈ ഷെയ്ഡാട്ടോ ബ്രൗൺ. ഇത് അക്വാ കളറിൻ്റെ ഡസ്കി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിൽ കുറച്ച് ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്യാം. ഗ്ലിറ്റർ ഇട്ടാൽ നമുക്ക് ഐ മേക്കപ്പ് കുറച്ചും കൂടി പോപ്പപ്പ് ചെയ്ത് നിൽക്കത്തുള്ളൂ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് PACൻ്റെ, ഇപ്പോഴും യൂസ് ചെയ്യുന്ന PACൻ്റെ പാലറ്റാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഇന്നർ കോർണറിൽ നിന്ന് സെൻറ്ററിലേക്ക് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളേ. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഒത്തിരി ഭയങ്കര ഗ്ലിറ്റർ ഇല്ല, ചെറിയൊരു ഷൈനിങ്. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ഐ ഷാഡോവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റായി. ഇത്ര ഞാൻ ഗ്ലിറ്ററൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ, ഭയങ്കര ഒരു ചെറിയൊരു ഷൈനിങ്ങിന് വേണ്ടി മാത്രം. നെക്സ്റ്റ് നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ജെൽ ഐലൈനറാണ് കേട്ടോ. അതിൻ്റെ തന്നെ സെയിം ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ഉപയോഗിച്ച് ഫുൾ കട്ടായി.
കുഴപ്പമില്ല വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. കുഞ്ഞാ ഈ ഇതൊന്ന് പിടിച്ചു തരുമോ, മിററ് തൽക്കാലം ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി. നമുക്കിതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ PSCൻ്റെ ഐ മേക്കപ്പിൻ്റെ കിറ്റിൽ വരുന്ന ബ്രഷുകളാണ്. എന്താ ലൈറ്റാണോ? ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ സെറ്റ് ആക്കി തരുമോ? കണ്ണാടി ഇല്ലാണ്ട് ഞാൻ ബുദ്ധിമുട്ട് വരുന്നു. ചേട്ടൻ എനിക്ക് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കയ്യിൽ കണ്ണാടിയും പിന്നെ ഇത് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. സ്മച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആയി ഗൈസ്. എനിക്ക് ചേട്ടൻ മിറർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയുണ്ട് ഇതിന് ഈ ഹൈറ്റ് കൂട്ടാം, തിരിക്കാം. ചേട്ടയ്ക്ക് പണിയെടുക്കാൻ വയ്യ. സോ അല്ല, എനിക്ക് അടുത്ത പണി ടെക്നിക്ക് അത് തന്നെ. ചേട്ടയ്ക്ക് വേറെ പണിയുണ്ട്. എനിക്ക് മിറർ പിടിച്ചു തന്നിട്ടിരിക്കും ചേട്ടയ്ക്ക് സമയമില്ല. ആ സെറ്റ് അത് കളിക്കൂ ഞാൻ. ഈ ഐലൈനർ നമ്മൾ സ്മജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് സ്മജ് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞ് നമുക്ക് ലാഷസ് ഫിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൽ ഏത് ലാഷസ് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇതാണെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മുടെ ഇതില്ലേ യൂറോ പാരിസിൻ്റെ 54 അതേപോലെയുള്ളൊരു സെയിം സാധനം തന്നെയാണ്. ഇത് PSCൻ്റെ ആണ്. എനിക്ക് യൂറോ പാരിസിൻ്റെ കിട്ടാത്തതുകൊണ്ട് ഞാൻ PSCൻ്റെ വേണ്ടി, പക്ഷേ സെയിം തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ ഇത് കുറച്ച് കൂടെ ഭയങ്കര രസമാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ലാഷസ് എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് വേണം, നടുക്കുന്ന് വേണം ഇങ്ങനെ ഊറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഈ ലാഷസ് തന്നെ വെക്കാമല്ലേ. പക്ഷേ ഈ പ്രശ്നം അത് ഇച്ചിരി ഹെവിയാണ്. കുറച്ച് ഹെവിയാണോ എന്നൊരു ഡൗട്ട്. നല്ല സ്ട്രോങ് പശയായിട്ട് ഇതിനകത്തുള്ളത്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇന്നലെ ലെങ്ത് കുറച്ചൊന്ന് കട്ട് കളയാം, എന്നിട്ട് നമുക്ക് വെക്കാം. ലാഷസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലൂ ഇതാട്ടോ, യൂറോ പാരിസിൻ്റെ തന്നെ ഗ്ലൂ ആണ്. എനിക്ക് ലാഷസ് സ്വന്തം ഫിക്സ് ചെയ്യലാണ് ഭയങ്കര ടാസ്ക്. കാരണം ഇതിൻ്റെ അത് ഗ്ലൂ എവിടെയെങ്കിലുമൊക്കെ ആയാൽ പിന്നെ വൃത്തികേടായിട്ട്. അപ്പം ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നമുക്ക് ലാഷസ് വെക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഐമേക്കപ്പ് നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലാഷസ് വെക്കാൻ നേരത്തെ എല്ലാം കൊണ്ടേ കുളമാവും.
അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഐലാഷസ് ഒക്കെ വെച്ച് കേട്ടോ. കുറച്ച് ഹെവിയാണ്, പക്ഷെ കുഴപ്പമില്ല, ഫോട്ടോസിലൊക്കെ രസമുണ്ടാവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെയിം ഫൗണ്ടേഷൻ മെബിലൈൻ്റെ ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല കവറേജ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഈ ഒരു റേറ്റിന്. പക്ഷെ നല്ല ഫൗണ്ടേഷനാണ്, ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഫൗണ്ടേഷനാണ്. ഗൈസ്, ഞാൻ ലാഷസ് ഒന്ന് മാറ്റി. നമ്മുടെ മറ്റേ 54 PSCൻ്റെ അതാട്ടോ വെച്ചത്. കാരണം എനിക്ക് മറ്റേത് വെച്ചിട്ട് ഭയങ്കര ഡിസ്കംഫേർട്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചു. ഇതാകുമ്പോൾ വലിയ വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിപ്പോൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കേട്ടോ. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന ഫൗണ്ടേഷനാണ്. അങ്ങനെ ഓക്സിഡൈസ് ആയി പോകുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. ഞാൻ സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഫിറ്റ്മീൻ്റെ തന്നെ. നമുക്കിനി ഹെയർ ആണ് പണി. കാരണം ഹെയർ എനിക്ക് എക്സ്റ്റൻഷൻ വെച്ചിട്ട് പണ്ടത്തെ ടൈപ്പിൽ ഇങ്ങനെ പിന്നേക്ക് ഇട്ടിട്ട് മുല്ലപ്പൂ വെക്കുന്ന ആ ഒരു സ്റ്റൈൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മുടെ സമയം പറന്നുകൊണ്ടിരിക്കുക, എനിക്കറിയില്ല. സെൽഫായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈം എടുക്കും. ഓക്കെ, നമ്മൾ പൗഡർ കോമ്പാക്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൗഡറി ഫീലായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ സെറ്റ് ആയിക്കോളും. നമുക്ക് ഇപ്പോഴും ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനുള്ളതല്ലേ. എന്നാലും നമ്മളങ്ങനെ ഒത്തിരി ഇതൊക്കെ ലാസ്റ്റ് ചെയ്യോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇന്നെല്ലാം പരീക്ഷണാർത്ഥം ചെയ്യുന്ന ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ കുറച്ചധികം പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹെയറൊക്കെ കഴിയുമ്പോൾ തന്നെ സെറ്റ് ആയിക്കോളും. സോ നമുക്ക് നെക്സ്റ്റ് കണ്ണിൻ്റെ അടിഭാഗം നമുക്ക് സെറ്റ് ചെയ്യണം. ഞാൻ സാധാരണ കണ്ണങ്ങനെ എഴുതാറില്ല, അപ്പോൾ ഇന്ന് കണ്ണ് എഴുതാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതുണ്ടല്ലോ കളർ ഐ ഷാഡോൻ്റെ ആ സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ കണ്ണിൻ്റെ അടിയിലും ജസ്റ്റ് ആ ഒരു ഷെയ്ഡിങ്ങിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലി എനിക്ക് കണ്ണെഴുതാൻ വലിയ താല്പര്യമില്ല അടിഭാഗം, ഞാനങ്ങനെ എഴുതാറുമില്ല. പക്ഷെ ഇന്ന് നമുക്ക് എഴുതിയേക്കാം. നമുക്കൊരു നാടൻ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കണ്ണെഴുതാം. ലെൻസും കൂടെ വെച്ചപ്പോൾ കണ്ണ് നല്ല ഉണ്ട കണ്ണേ. നമ്മൾ കണ്ണെഴുതി നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഭയങ്കര ലൈറ്റ് അടിക്കുന്നു ഇവിടുന്ന്. അതുകൊണ്ട് ക്യാമറയിൽ ഇങ്ങനെ വെളുത്തായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കളറൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ ഇങ്ങനെ ലൈറ്റ് ഡയറക്റ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ എറിച്ച് നിൽക്കും. നമ്മുടെ മസ്കാര മെബിലൈനാണ്. സോ നമുക്ക് ഈ മസ്കാര അപ്ലൈ ചെയ്യാം.
ഇതാട്ടോ മസ്കാര. ഗൈസ് നമ്മുടെ ഐ മേക്കപ്പ് അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. എനിക്ക് ബ്ലൗസ് കുറച്ച് ലൂസ് ഉണ്ട്, ഷോൾഡർ. ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ് മിലാനിൻ്റെ ക്രീം ബ്ലഷാണ് കേട്ടോ. നമുക്കത് കുറച്ച് അപ്ലൈ ചെയ്യാം. വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തു. ഈ ബ്ലഷിൻ്റെ പ്രത്യേകത ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഷൈനി ലുക്ക് തരും കേട്ടോ. നമ്മൾ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിയാനായി. നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ, ലിപ്സ്റ്റിക്ക് ഇട്ടൊരു പൊട്ടും കൂടെ വെച്ചാൽ സെറ്റ്. ഇനി എൻ്റെ നെക്സ്റ്റ് കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കിന് ഏത് ഷെയ്ഡ് ഇടും എന്നാണ്. നല്ല മെറൂൺ ഇടണോ അത് റെഡ് ഇട്ടാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. സോ ഞാൻ ഇപ്പോൾ ലിപ് ലൈനർ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ്. ഷെയ്ഡ് ബർഗണ്ടി 09. നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. എനിക്ക് നല്ല ഷെയ്ഡല്ലേ. നമുക്കിതിനകത്ത് കുറച്ച് ഈ സെൻറ്ററിൽ മാത്രം കുറച്ച് റെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ല ഭയങ്കര ഡാർക്കായിട്ടിരിക്കും. നമുക്ക് ഇല്ല കുറച്ചും ഞാൻ ഡള്ളായി പോകും. സോ കുറച്ച് റെഡ് ഷെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാം. ഗൈസ് ഇപ്പോൾ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം ഉള്ളിൽ. ഞാൻ ഷുഗറിൻ്റെ വെറോണിക്ക മാർസ് എൻ്റെ സ്വന്തം ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എൻ്റെ സ്ഥിരം ഷെയ്ഡാണിത്. അപ്പോൾ നമുക്കത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാഹാ എന്ത് രസമാണ് ഈ ഷെയ്ഡ്. ഗൈസ് ഇപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മളൊരു ഗ്രീൻ ബിന്ദി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത് മെറൂണാണ്, ലിപ്പ് റെഡ്, ഐ മേക്കപ്പ് ഒരു റെഡിഷാണ്. സോ നമ്മളൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ കളർ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൂപ്പർല്ലേ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യണം. കാരണം ഹെയർ ആണ് നമുക്ക് മെയിൻ പരിപാടി. ഫേസിനേക്കാളും ഹെയർ നമുക്ക് ഒറ്റയ്ക്ക് ഇത് കെട്ടി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, കമോൺ. ഹെയർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെസ്സി ആയിട്ട് ഫ്രണ്ടിൽ പിന്നെ ബാക്കിൽ പിന്നിട്ടിട്ട് എക്സ്റ്റൻഷൻ വെച്ചിട്ട് ചെയ്യാമെന്നാണ്. സോ നമുക്ക് ഫ്രണ്ട് ഭാഗം നമുക്ക് 2 സെക്ഷനായിട്ട് എടുക്കാം. ഇവിടുന്ന് ഇയർ ടു ഇയർ സെക്ഷൻ ക്ലിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. സെക്ഷൻ എടുത്തിട്ട് ഇതേപോലെ ഇയർ ടു ഇയർ സെക്ഷൻ എടുത്ത് വെക്കുക. ബാക്കി ഹെയർ നമ്മളിങ്ങനെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഒന്ന് ടൈ ചെയ്യുക. ടൈറ്റിൽ ടൈ ചെയ്യണേ. അപ്പോൾ നമുക്കിനി എക്സ്റ്റൻഷൻ വെക്കാനുള്ളൂ. അപ്പോൾ ഉണ്ടോ ഇതേപോലെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുക.
ഈ കുഞ്ഞു ഹെയർ ഇങ്ങനെ എക്സ്റ്റൻഷൻ വെക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഈ 2 സെക്ഷനാണ് ഇനി കേൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഐക്കോണിക്കിൻ്റെ ഈ കളറാണോ യൂസ് ചെയ്യുന്നത്. കയ്യിൻ്റെ പരിപ്പിളകുന്നു. നമ്മൾ കേൾ ചെയ്ത ഭാഗം മാറ്റി മാറ്റി ഇടുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്കാൽപ്പിനോട് അടുപ്പിച്ച് ചെയ്യരുത്, സ്കാൽപ്പ് പൊള്ളും കേട്ടോ. അപ്പോൾ ഭയങ്കര സൂക്ഷിച്ച് വേണം സെൽഫായിട്ട് ചെയ്യുന്നവർ ചെയ്യാൻ. എൻ്റെ കയ്യേ ഗൈസ്, അതേപോലെ ഈ വീഡിയോ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ പേജ് ഇഷ്ടപ്പെട്ട ഈ സെക്ഷൻ ക്ലിപ്പ് എടുത്തിട്ട് ഇപ്പോൾ കേൾ ചെയ്ത സാധനം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ 1 സൈഡ് ഏകദേശം കേൾസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ ഇപ്പുറത്തും കേൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫുള്ള് കേൾ ചെയ്ത് കേട്ടോ. കേൾ ചെയ്ത് നമുക്ക് മെസ്സി ആയിട്ട് ഇങ്ങനെ ബാക്കോട്ട് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് എടുത്ത് വെക്കുക എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ച് കാണുന്നുണ്ട്. ഇതുപോലെ മെസ്സി ആയിട്ട് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ചധികം ടാസ്ക്കാണ്, കാരണം എൻ്റെ ഹെയർ ഷോർട്ടായത് കട്ട് ചെയ്തുകൊണ്ടേ അതൊക്കെ ഇനി അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ കുറച്ച് പണിയായിരിക്കും. ഹെയർ നമ്മൾ ഏകദേശം ഒരു മെസ്സി ആയിട്ട് ഇങ്ങനെ ബാക്കിൽ ഫുള്ള് സൈഡാണ്, കാരണം എൻ്റെ ഹെയർ ഷോർട്ട് ആയതുകൊണ്ട് എല്ലാം പിൻ ചെയ്ത് വെക്കാൻ നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഏകദേശം ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. നമുക്കിനി ഫ്രണ്ടിലിട്ടേക്കുന്ന ഹെയർ കേൾ ചെയ്യാം.
ഈ സൈഡിലേക്ക് കേൾ ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. ദൈവമേ, സമയം 1 മണി. നമുക്ക് 1:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഇത് നമുക്ക് എക്സ്റ്റൻഷൻ വെക്കാനുണ്ട്, പൂ വെക്കാനുണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ എന്താ ടാസ്ക് എന്ന് വെച്ചാൽ നാളെ എനിക്ക് ട്രിവാൻഡ്രത്താണ് വർക്ക്. അപ്പോൾ അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് നേരെ ആ വഴി നേരെ ട്രിവാൻഡ്രം. കുറച്ചും കൂടി ഇടണമായിരുന്നു ഹെയർ. കുറച്ചും കൂടി ഇടാനില്ല, കാരണം എല്ലാം കട്ട് ചെയ്ത് ഉള്ളിൽ കയറിപ്പോയപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് പണ്ടല്ല. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഹെയർ സ്റ്റൈൽ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹെയർ സ്റ്റൈൽ? ഒന്നുമില്ല, ഫുള്ള് കേൾ ചെയ്യുക. ഇവിടുന്ന് കയ്യിലോ കോമ്പോ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ബാക്കൗട്ട് ആക്കുക. സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്തിട്ട് ബാക്ക് സ്ലൈഡ് കുത്തി വെക്കുക. കുറച്ച് ഹെയർ ഇങ്ങനെ ഇടുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഫുള്ള് ഈ സ്പ്രേയിൻ്റെ ബലത്തിലായിരിക്കുന്നത്. കാരണം ഫുള്ള് കുഞ്ഞ് ഹെയർ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി അവിടെ എത്തുമ്പോഴത്തേനും എണീറ്റ് വരുമോയെന്ന് അറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ നമ്മുടെ ടാഫ്റ്റിൻ്റെ നമ്പർ 5 ആട്ടോ. നമ്മുടെ ഹെയർ സ്റ്റൈൽ ഫ്രണ്ട് ഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്ക് ബാക്കിൽ സെറ്റ് ചെയ്യണം. ബാക്കിൽ എക്സ്റ്റൻഷൻ വെച്ച് പിന്നണം, മുല്ലപ്പൂ വെക്കണം, കുറേ പരിപാടിയുണ്ട്. അപ്പം നമ്മൾ എക്സ്റ്റൻഷൻ വെക്കുക കേട്ടോ. നോർമൽ ഇങ്ങനെ പിന്നെ ഹെയറിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചരട് കെട്ടിയിട്ട് ഇങ്ങനെ ഹെയറിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കെട്ടി വെക്കുക. കുറച്ചധികം കെട്ടിയിട്ടുണ്ട്. കയ്യിൽ ബാക്കി വരുന്നത് കട്ട് ചെയ്തോളാം. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്ര ഹെയർ ഉണ്ടായിട്ടില്ല. നമ്മൾ എൻ്റെ ഹെയർ ഉണ്ടല്ലോ, ബാക്കി ഈ ഹെയർ ഇത് നമ്മളിവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് യൂപ്പിനെ വെച്ച് ഫിക്സ് ചെയ്യും. ഇതേപോലെ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ബാക്കി എക്സ്ട്രാ ഹെയർ യൂപ്പിനൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് മുല്ലപ്പൂ വെക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മുല്ലപ്പൂ ഒക്കെ വെച്ച് പണ്ടത്തെ സ്റ്റൈലില്ലേ ഇങ്ങനെ വെറുതെ അങ്ങനെ കേട്ടോ മുല്ലപ്പൂ വെച്ച്. എനിക്കറിയില്ല ബാക്കിൽ ശരിയായിട്ടാണോ ഇരിക്കുന്നതെന്നൊന്നും. ഇതാണ് ബാക്കിലെ അവസ്ഥ. ഇനി വീഡിയോ കണ്ടിട്ട് എനിക്ക് നോക്കാം ശരിയാണോ അല്ലയോ. എനിക്ക് പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ മുല്ലപ്പൂക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെന്ന്. സോ അപ്പോൾ ഞാൻ ഓർത്തു ഈ ഷൂട്ടിന് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഓർണമെൻറ്റ്സ് ഇടാം. അപ്പോൾ ഞാൻ കുഞ്ഞ് ജിമിക്കാട്ടോ ഇടുന്ന, ചെറിയ ഭയങ്കര ക്യൂട്ട് ജിമിക്ക. ഇന്നലെ ഞാൻ കല്ലറക്കൽ പോയപ്പോൾ മേടിച്ചതാട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഭംഗിയില്ലേ?
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വളയൊക്കെ ഇട്ടു കേട്ടോ, ഗ്രീനും മെറൂണും മിക്സ്ഡ് ആയിട്ടുള്ള കുപ്പിവള ഇട്ടിട്ടുണ്ട്. മാല മാറ്റണോന്നാണ് ഇപ്പം എൻ്റെ കൺഫ്യൂഷൻ. ഇന്ന് ഫുൾ കൺഫ്യൂഷൻ്റെ ആണ്. എനിക്ക് ഈ ലുക്ക് ചേരുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ ഗൈസ്.